ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പറയാൻ വേണ്ടി പോണത് ഒരു തമിഴ് സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്ന. സിനിമയുടെ പേര് റാക്കദൻ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്ന. ദിനേഷ് കലൈസെൽവൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് ഈ സിനിമ സംവിധാനം ചെയ്തേക്കുന്നത്. അദ്ദേഹം ഈ സിനിമയിലൊരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഹീറോ ആയിട്ട് വരുന്നത് ഈ തമിഴ് സിനിമയിൽ കുഞ്ഞു കുഞ്ഞ് നെഗറ്റീവ് റോളുകളും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹീറോ ആയിട്ട് ചെന്ന വംശി കൃഷ്ണ എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്. ഈ പുള്ളിയാണ് ഇതൊരു മെയിൻ ഹീറോയിൻ കാര്യം ചെയ്യുന്ന. പിന്നെ റിയാസ് ഖാൻ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ ഗായത്രി രമ എന്ന് പറഞ്ഞ ആക്ട്രസ് ഒരു മികച്ച വേഷങ്ങളൊക്കെ വേറെ ചെയ്യുന്നുണ്ട്. പിന്നെ സഞ്ജന സിംഗ് എന്ന് പറഞ്ഞ ആക്ട്രസ് ഒരു വേഷവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ഹീറോ കണക്കത്ത് വരുന്ന ഒരു ആക്ടറും കൂടെ വേറെ ഉണ്ട് ഇതിനകത്ത്. വിഘ്നേഷ് ഭാസ്കർ എന്ന് പറഞ്ഞൊരു ആക്ടറും കൂടെ ഒരു വേഷവും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്രയും കാസ്റ്റിംഗ് തയ്യാറാക്കി ദിനേഷ് കലൈസെൽവനും ഒരു വേഷം ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ സിനിമയിലെ താരങ്ങളൊക്കെ. പിന്നെ സിനിമ എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സിനിമയാണത് എന്നാണ് ചിന്തിക്കേണ്ടത്. കാരണം ഒരു വമ്പൻ കാസ്റ്റിംഗ് കണക്കത്തെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് എന്തോ കണക്കത്തെ ഒരു കഥ പറഞ്ഞിരിക്കുന്നത്. ഒരു മനസ്സിലാവുന്ന എന്തെങ്കിലും കഥ പറയണ്ടേ. ഇത് ഒരു മർഡർ, പിന്നെ അതെങ്ങനെ നടന്നുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ വെറും മോശപ്പെട്ട ഒരു തിരക്കഥയും കാര്യങ്ങളൊക്കെ, ഒരു തട്ടിക്കൂട്ട് പടം പറയാൻ വേണ്ടി പറ്റും. ഒരു ഗ്യാങ്സ്റ്ററായ ഈ ദിനേഷ് കലൈസെൽവന് ഒരു നല്ല ഫ്രണ്ട്, അവൻ്റെ കാമുകി, ആ പയ്യനൊരു ഫാഷൻ ഡിസൈനർ ആവാനാണ് ആഗ്രഹം. ആ കാര്യം വെച്ചൊരു കമ്പനി ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. അവിടെ വെച്ച് ഈ പയ്യൻ മരണപ്പെടുന്നു. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് അത്ര ഒരു തീമാണ്. ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ ഒരു നല്ലൊരു കഥയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന രീതിയാണെങ്കിൽ വളരെ മോശപ്പെട്ട രീതിക്കാണ് എടുത്തു വെച്ചിരുന്നത്. പിന്നെ റിയാസ് ഖാനാണ് പിന്നെ ഒരു അറിയപ്പെടുന്ന ഒരു ആക്ടറായിട്ട് ഇതിനകത്ത് വരുന്നത്. റിയാസ് ഖാൻ്റെ ഒരു അഭിനയം കണ്ടു കഴിഞ്ഞാൽ ഒരു ഗേയും അല്ല, ഒരു മാസ് ഹീറോയും അല്ല, അത്തരത്തിലുള്ളൊരു കഥാപാത്രം. റിയാസ് ഖാനൊക്കെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? റിയാസ് ഖാനൊക്കെ ചില സമയത്ത് ഭയങ്കര പൗരുഷമുള്ള ഒരു കഥാപാത്രമായി മാറും, പിന്നെ ഒരു ഗേ ടൈപ്പായിട്ട് മാറും. പിന്നെ എന്തോ ഒരു സിറിഞ്ച് വെച്ച് ആരെയും ഇഞ്ചക്ഷൻ വയ്ക്കുന്നു, കുത്തുന്നു, മയക്കി കിടത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എന്തെല്ലാമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഒരു പിടുത്തവും കിട്ടാത്തൊരു കഥ. ഒരു മരണം സംഭവിച്ചു, ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു, അതിന് ഒരു കണ്ടിന്യൂഷൻ ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല. ആ രീതിക്കുള്ള പല കാര്യങ്ങളൊക്കെ വെച്ച് എങ്ങോട്ടൊക്കെയോ കഥയുടെ ഒരു സഞ്ചാരപാതയൊക്കെ പോകുന്നതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു കണ്ടിന്യൂഷനോ ഒരു മനസ്സിലാകാൻ നടക്കാത്ത ഒരു കാര്യങ്ങളൊന്നും അല്ല എടുത്ത് വെച്ചിരിക്കുന്നത്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടിച്ചിരിക്കുന്ന ഒരു കോപ്പിലെ പടം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. റാക്കദൻ എന്ന പേരിന് അർത്ഥം എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ സിനിമ ഈ ടൈറ്റിൽ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ ഗായത്രി രമ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ഒരു വേഷം ചെയ്യുന്നുണ്ട്. ഓസ്കാർ ലെവൽ അഭിനയം. അത് ഈ കൂതറ പടത്തിനകത്ത് എന്താണ് ആ നടി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു വൃത്തികെട്ട ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ നടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത്. ഭയങ്കര ഓവറാക്ചറാക്കുന്നു. സ്ക്രിപ്റ്റ് വേറെ, ഈ അഭിനയം വേറെ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നീ മർഡർ എന്താണെന്ന് കാണിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്റ്റോറി പറയണം. ഇത് അവിടെയും തൊട്ടില്ല ഇവിടെയും തൊട്ട് എന്നുള്ള രീതിക്കുള്ള ഒരു തേന്യമാന്യ പോണ കഥ കണക്കാണ് എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഫീൽ ചെയ്തത്. നല്ല ഒരു ദുരന്തം പിടിച്ചൊരു പടമായിപ്പോയി. ഒരു കണ്ടിന്യൂഷനോ കാര്യങ്ങളൊന്നുമില്ല. ഫാഷൻ ഡിസൈനർ ആകാൻ വേണ്ടി കുതിക്കുന്ന ഒരു സെക്കൻഡ് ഹീറോ, പിന്നെ അത് എന്തൊക്കെയോ പറ്റുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എന്തൊക്കെയോ കുറേ ഏച്ച് കിട്ടിയ ഒരു വളരെ ഒരു മോശപ്പെട്ടൊരു പടമായിപ്പോയി. പിന്നെ ഇതിനകത്ത് ദിനേഷ് കലൈസെൽവൻ എന്ന് പറഞ്ഞ ഈ ഒരു സംവിധായകൻ ഒരു റൗഡി കണക്കത്ത് വേഷം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അത് അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്? അതുപോലെ പിടുത്തം കിട്ടത്തണക്കത്ത എന്തൊക്കെയോ കാട്ടിക്കുടിക്കുന്ന ഒരു കൂതറപ്പടം. ദയവ് ചെയ്ത് ആരും എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കേണ്ട, കാണണ്ട എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും ഇവർക്ക് ഒരു ലക്ഷ്യബോധം വേണ്ട സിനിമ എടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ സിനിമകളൊക്കെ തമിഴ് സിനിമയിൽ കുറേ ഉണ്ട്. ഒരു ആവശ്യവുമില്ലാത്ത എന്തൊക്കെയോ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കൂതറ സിനിമകളൊക്കെ ആയിട്ട് വരുന്ന കുറേ പടങ്ങളൊക്കെ ഉണ്ട്. എന്തിനു വേണ്ടി എടുക്കുന്ന അവർക്ക് അഭിനയിക്കുന്നവർക്ക് എന്തിനു വേണ്ടിയാണ് ഒരു പിടുത്തവും കിട്ടാത്ത രീതിക്കുള്ള ഒരു സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഏച്ച് കെട്ടി എവിടെയോ കൊണ്ടുപോയി എങ്ങനെയോ ഒതുക്കി തീർത്ത് ഇത്ര തന്നെ ഉള്ളത്. ഒടുക്കത്തെ ലാഗാണ് ഇവിടെ. ഞാനൊക്കെ ഫാസ്റ്റ് കൂട്ടിയാണ് കണ്ടു തീർത്തത്. ഫാസ്റ്റിന് പോയി പെട്ടെന്ന് കണ്ടു തീർത്തത്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു രംഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പടത്തിനകത്ത്. അത് വേറെ ഒരു സബ്ജക്റ്റ് ഒന്നുമില്ല. പിന്നെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഈ ഒരു രീതിക്കൊക്കെ പോണ ഒരു പടം പിന്നെ എടുത്ത് ഇരുന്ന് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റോ കാര്യമോ ഇതുകൊണ്ട് ഞാൻ നല്ല ഫാസ്റ്റ് കൂട്ടിയിട്ടാണ് ഈ സിനിമ കാണാൻ വേണ്ടി ആഗ്രഹിച്ചത്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ദുരന്തം പടമാണ് ഈ റാക്കദൻ എന്ന് പറഞ്ഞ ഒരു തമിഴ് സിനിമ. സബ്ജക്റ്റ് ഓക്കെ, സ്ക്രിപ്റ്റ് ഓക്കെ, എല്ലാം ഓക്കെ. പക്ഷേ ഒരു ഡയറക്ഷനൊക്കെ ഭയങ്കര അഭിനയം കൊള്ളത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. കുറേ BGM പാട്ടൊക്കെ വരുന്നുണ്ട്. അതൊന്നും ഒരു വകയ്ക്കും കൊള്ളത്ത രീതിക്കുള്ളൊരു പടമായിപ്പോൾ ഒരു റാക്കദൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഇതാണ് റാക്കദൻ എന്ന് പറയാൻ പറ്റും. കാരണം കൂടുതൽ പറയണമെന്നുണ്ട്. കൂടുതൽ പറഞ്ഞിട്ട് ഇനി ഒന്നും നേടാനില്ല. കാരണം ഒരു കൂതറ സിനിമയെ പറ്റി നമുക്കിനി
പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു കാര്യം വെച്ച് ഇത്രേ ഉള്ളൂ. റാക്കദാൻ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പ്രൊഡ്യൂസർക്ക് നല്ല നഷ്ടവും കാര്യമൊക്കെ, പിന്നെ റിയാസ് ഖാനൊക്കെ ലോക തോൽവി അഭിനയം, ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊക്കെയാണ്. റാക്കദാൻ എന്ന് പറഞ്ഞൊരു കൂതറ സിനിമയെ പറ്റി എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ദയവ് ചെയ്ത് ആരും എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കേണ്ട. ഒരു പ്രയോജനവും ഇല്ല, ഒരു ഇതും ഇല്ലാത്തൊരു മൊണ്ണ പടമാണ് ഈ ഒരു റാക്കദാൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഇത്ര ഉള്ളൂ പറഞ്ഞായിട്ട്. അപ്പോൾ എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ വിഷയമായിട്ട് വരുന്നത് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.